ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ടൂർ ആട്ടോ. അപ്പോൾ എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, കാരണം നെറ്റ്വർക്ക് പ്രോബ്ലം കൊണ്ട് ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ ഇത് ഇത്തിരി വലിയൊരു ഗേറ്റാണ്. ഇതിങ്ങനെ കയറി വരുമ്പോഴാണ് വീട്ടിലേക്ക് എത്തുക കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ച് ഇതിന് പോകുമ്പോൾ അങ്ങനെ നല്ലൊരു ആർച്ച് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ്, അപ്പോൾ എൻ്റെ നായ്ക്കൾ കുരയ്ക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അത് ഒരു സെക്കൻഡ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിനായിട്ട് കയറി വരിക. ഞാൻ കാണിച്ചു തരാം. ഇതിനെയാണ് നമ്മൾ കയറി വരുന്ന സ്ഥലം കേട്ടോ. ഇതിനെ കയറി വന്നിട്ട് നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇതിനെ കയറി വരുമ്പോഴാണ് കേട്ടോ വീട്ടിലേക്ക് എത്തുക. ഇതിനെ കയറി വരുമ്പോഴാണ് ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇവിടെ ഞങ്ങൾ റബ്ബറൊക്കെ ഷീറ്റ് അടിക്കാനായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇവിടെ കുറച്ച് സിമൻറ്റ് അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഇവിടെ നല്ല രസമാട്ടോ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുക. അപ്പം അങ്ങനെ നല്ല രസമുണ്ട് കണ്ട ഗൈസ്. അപ്പോൾ ഇവിടെ നല്ല രസമാണ് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രസമുണ്ട്. കണ്ടു ഗൈസ്, നല്ല രസം ഇവിടുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് നമ്മൾ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ വീട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. അതൊന്നും ക്ലിയർ ആവില്ല, ഞാൻ കാണിച്ചു തരാം. അവിടുന്ന് ലൈറ്റ് ഒഴിക്കേണ്ട, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ വീട്. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് വീട്. അപ്പം നമുക്ക് നേരെ വീട്ടിൻ്റെ അകത്തോട്ട് പോകാം. വീട്ടിൻ്റെ അകത്തല്ല, ഫസ്റ്റ് ഈ ഭാഗം വീടിൻ്റെ, അതായത് ഇതാണ് വീട്. വീടിൻ്റെ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഈ ഭാഗം ഞാൻ എന്നാൽ ചുറ്റി വരുമ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് ചെടി, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ചെടി, നല്ല രസം. അപ്പോൾ ഇവിടെ കുറച്ച് ചെടി മുത്തശ്ശൻ വെച്ച കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ചെടികൾ ഇങ്ങനെ കേട്ടോ, മീൻസ് ഒരു ചെറിയൊരു ഗാർഡൻ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് കാറ് പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ നേരെ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഞാൻ ഇത്രേ കാണിക്കൂ കേട്ടോ, ഇത്രേ കാണിക്കൂ. ഇവിടെ ഒരു കിണറുണ്ട്. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. നല്ല മഴയുള്ള സമയത്തൊക്കെ ഇവിടെയും കുറച്ച് ഗാർഡൻ പോലെ, ഇതൊക്കെ തെച്ചി കേട്ടോ, അതൊക്കെ പലതരം തെച്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ തെച്ചി അങ്ങനത്തെയൊക്കെ. പിന്നെ ഒരു മാങ്ങയുടെ ഒരു മാവുണ്ട്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു കിണർ, അത് ഞാൻ അകത്തുനിന്ന് വേറെ കാണിച്ചു തരാം. പിന്നെ അപ്പുറത്ത് ഞാൻ ചുറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ കാറ് പാർക്ക് ചെയ്യാനുള്ള ഏരിയ. അപ്പോൾ നമ്മൾ ഇനി നേരെ നമുക്ക് വീട്ടിൻ്റെ അവിടേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇവിടെ കേട്ടോ വീട്. അപ്പോൾ ഫസ്റ്റ് ഡോറിൽ നിന്ന് നമ്മളിങ്ങനെ പോകണം. അപ്പോൾ നമ്മൾ ഡോറിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ സിറ്റ് ഔട്ടാട്ടോ. ഇത് ഹാളല്ല, ഇത് സിറ്റ് ഔട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള കുറച്ച് സ്ഥലം, നമുക്കിവിടെ ഇരിക്കാനുള്ള സ്പേസ് ആട്ടോ. നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സ്പേസ്, ചെറിയൊരു സ്പേസ് ആട്ടോ. പിന്നെ ഇവിടെ ചാരുകസേരയുടെ ഒരു പ്ലാസ്റ്റിക് മോഡലുണ്ട്. പിന്നെ ഇപ്പുറത്തൊരു മുത്തശ്ശന് രാമായണമൊക്കെ വായിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് വായിക്കും. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സോഫയും പിന്നെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്, ഫാനും ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഫാൻ സീലിങ്ങും അവിടെ അങ്ങനെയാണ്. അപ്പം നമുക്ക് ഹാളിലേക്ക് പോകാം. ഇങ്ങനെ കേട്ടോ, നേരെയാണ്. ഇതുണ്ടോ, ഇവിടുന്ന് അതേ വഴി നേരെ മാറ്റ് ഇട്ടിട്ട് നേരെയാണ് ഹാളിലേക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ ഹാള്. അപ്പോൾ ഇവിടെ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ സെറ്റ് പിന്നെ ഈ അടുത്ത് വാങ്ങിയതാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്, നല്ല വൃത്തിയിൽ.
അപ്പോൾ ഇവിടെയായിട്ട് മുത്തശ്ശന് കിടക്കാനാട്ടോ. മുത്തശ്ശന് അങ്ങനെ റൂമിലൊന്നും വന്ന് കിടന്നാൽ ശരിയാവില്ല. അപ്പോൾ മുത്തശ്ശന് കിടക്കാനായിട്ട് ഇവിടെ ഒരു കിടക്ക എടുത്തിട്ട് കുറേ പറഞ്ഞു റൂമിൽ നിർത്താൻ, പക്ഷെ കിടക്കില്ല. അപ്പോൾ മുത്തശ്ശന് കിടക്കാനായിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്. പിന്നെ അപ്പുറത്തായിട്ട് ഒരു ദിവാൻ എന്നാണ് ഞങ്ങൾ പറയുക, എന്താ നിങ്ങൾ പറയുന്നറിയില്ല. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഷെൽഫ് കേട്ടോ, അതിൽ ദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതല്ല പൂജാമുറി. ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് പൂജാമുറിയൊന്നുമില്ല, ബട്ട് പൂജിക്കാനായിട്ടൊരു സ്ഥലം ഇവിടെ ഇങ്ങനെ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്പേസ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് TV സ്റ്റാൻഡ് വരുന്നത്. പിന്നെ എൻ്റെ സെക്കൻഡ് ഒരു ഹോമും കൂടി ഉണ്ട്, അതിൻ്റെ ടൂറ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹാളിൽ നിന്ന് നേരെ, ഇത് ഹാള് വെച്ചാൽ ഹാളിൽ നിന്ന് ഇങ്ങനെ തിരിയുമ്പോൾ ഫസ്റ്റ് റൂം കേട്ടോ. ഇതാണ് എൻ്റെ റൂം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റൂം, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ എൻ്റെ റൂം. അപ്പോൾ ഇവിടെ ഒരു കട്ടിലുണ്ട്, ഇതാണ് എൻ്റെ കട്ടിൽ. പിന്നെ ഇതെൻ്റെ സ്റ്റഡി ടേബിൾ കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റഡി ടേബിള്. പിന്നെ ഇത് ഇപ്പോൾ വാങ്ങിച്ച അലമാരയാണ്, ഇതൊരു അലമാര. അപ്പോൾ ഇത് എൻ്റെ റൂം കേട്ടോ, ഇതെൻ്റെ റൂം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു നടക്കാനുള്ള ഒരു സ്ഥലമാണ്. ഇങ്ങനെ നടന്നിട്ട് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു റൂം. അപ്പോൾ ഈ റൂം ഇതാണ് കേട്ടോ ഈ വീട്ടിലെ ഏറ്റവും വലിയ റൂം. അപ്പോൾ ഇവിടെ ഒരു റൂമുണ്ട്. ഇത് 2 കട്ടിലിട്ടേക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ മുത്തശ്ശനും അച്ഛമ്മയ്ക്കൊക്കെ വയസ്സായി. അപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് മുത്തശ്ശൻ കിടക്കും, ഒരു ഭാഗത്ത് അച്ഛൻ കിടക്കും. പക്ഷെ മുത്തശ്ശൻ അവിടെ തന്നെ പോയി കിടന്നാലേ സമാധാനം. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു റൂം. അപ്പോൾ ഇതങ്ങനെ ഒരു റൂം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു റൂമുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ റൂമിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ കുറച്ച് ഇത്തിരി വിട്ടിട്ടൊരു റൂമുണ്ട്. അയ്യോ ഇവിടെ ലൈറ്റ് ഇല്ല, ഞാൻ ഇട്ടിട്ട് കാണിച്ചു. അപ്പോൾ ഇതൊരു ചെറിയ റൂമാട്ടോ, ഇതൊരു ചെറിയ റൂമാണ്. ബട്ട് അത്യാവശ്യം കിടക്കാനൊക്കെ സ്പേസ് ഉണ്ട്. മുത്തശ്ശൻ്റെ റൂമാണെന്ന് പറയുന്നത്, പക്ഷെ മുത്തശ്ശൻ ഹാളിലാണ് കിടക്കുക. അപ്പോൾ ഫസ്റ്റ് ഈ റൂമിൽ കേട്ടോ, പിന്നെ ഞാൻ ആ റൂമിലേക്ക് മാറി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റൂം. അപ്പോൾ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ റൂമിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴാണ് ഇതിനെ എല്ലാവരും വിചാരിക്കും ഇതൊരു റൂമിലേക്കുള്ള വാതിലാണ്. ബട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊരു വലിയ ഷെൽഫാണ്, അലമാര. അച്ചപ്പാ. അപ്പോൾ ഗൈസ് ഇതൊരു സിമൻ്റ് അലമാരയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സിമൻ്റ് അലമാര. ഇതിൻ്റെ താഴെയൊക്കെ തുറക്കാട്ടോ, ഞാൻ കാണിച്ചു. ഇത് വലുതാണ്, നല്ല സ്പേസാണ് ഇതിൽ. അപ്പം അങ്ങനെ ഒരു അലമാര. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം. ബാത്റൂമിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ നമ്മുടെ കോണി വെച്ചിരിക്കുന്നത്. തട്ടും പുറത്തേക്കാണ്. അത് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം അങ്ങനെ ഇവിടെ ഒരു സ്പേസ്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഡാൻസ് എടുക്കുമ്പോൾ നമുക്ക് നല്ല വെളിച്ചുണ്ടാവും, കാരണം മുകളിലാണ് ഉള്ളത് ലൈറ്റ്, അതുകൊണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ഏരിയ. അപ്പം ഇവിടെ ഒരു ഒരു സിമൻ്റ് അലമാരയും കൂടി ഉണ്ട്. പിന്നെ അത് അച്ഛമ്മയുടെ പൊടികളും ഒക്കെ വെക്കാനുള്ളൊരു ഇത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഷെൽഫും കൂടി ഉണ്ട്, ഗ്ലാസ്സാണ് കേട്ടോ. മറ്റേ റൂമിൽ കണ്ടില്ല, അതേപോലത്തെ ഒരു ഗ്ലാസ്സും കൂടി ഉണ്ട്. ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ. പിന്നെ ഇവിടെ ആയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ വെക്കുന്നുണ്ട് അച്ഛമ്മയുടെ ആയിട്ട്. കുറേ പാത്രങ്ങളുണ്ട്, പക്ഷെ അച്ഛമ്മയ്ക്ക് ഇപ്പോഴും പാത്രം വേണമെന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഫ്രിഡ്ജ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ വർക്ക് ഏരിയ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. ഞാൻ കാണിച്ചു. ഇവിടെ സ്പേസ് ഇല്ല നടക്കാൻ, കാരണം അലമാരയൊക്കെ ഉണ്ട്. അലമാരീൻ്റെ അകത്ത് എന്താണെന്ന് എനിക്ക് ചോദിക്കുക, ഇതിൻ്റെ അകത്തൊക്കെ പ്ലേറ്റ് ആട്ടാ. അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീൻ,
പിന്നെ ഇവിടുന്ന് നോക്കുമ്പോഴാട്ടോ നമ്മുടെ കിണറിൻ്റെ വ്യൂ കണ്ട നല്ല രസമാണ്. ഇവിടുന്ന് കോരും, പക്ഷെ മോട്ടറാട്ടോ അടിക്കുക, കോരില്ല അത്രയ്ക്ക്, മോട്ടർ അടിക്കും. എന്നിട്ട് അങ്ങനെ ഒരു സ്പേസ്. അപ്പോൾ ഇവിടെ ഡ്രമ്മിൽ വെള്ളം നിറയ്ക്കും കേട്ടോ. മഴക്കാലത്ത് ഇട്ട്, വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് ഏരിയ. ഇത് പിന്നെ അച്ഛമ്മയുടെ വീട്ടിൽ നിന്ന് കൊടുന്നൊരു അരിമഞ്ച കേട്ടോ. ഞങ്ങളുടെ അവിടെ അരിമഞ്ചാന്ന് പറയും, നിങ്ങളുടെ അവിടെ എന്താ പറയുകയെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഇവിടെ നമ്മുടെ വാഷ് ബേസ് വരുന്നുണ്ട്. അപ്പം ഇവിടെയാണ് കേട്ടോ നമ്മുടെ അടുക്കള. ഇവിടെ അച്ഛമ്മയുടെ പ്ലേറ്റൊക്കെ വെക്കാനുള്ള സ്ഥലമായിട്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്പൂൺ അങ്ങനത്തെ വെക്കാൻ. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം കേട്ടോ. ഇതിൻ്റെ അടിയിലൊക്കെ സ്റ്റോറേജ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ പാത്രമൊക്കെ കഴുകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റവ്. അച്ഛമ്മ എന്താ പറയാനുള്ളത്? അപ്പോൾ നമ്മുടെ സ്റ്റവ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ഗ്യാസ് ഉണ്ട്. ഗ്യാസ് പിന്നെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ചിരവാണ്, പക്ഷെ ചിരവാറില്ല കേട്ടോ അത്രയ്ക്ക്. അപ്പം അങ്ങനെ. അപ്പം ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഡോറുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഗൈസ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച സ്പേസാട്ടോ. ഇവിടെ തുണിയൊക്കെ തോരിയിടാനുള്ള ഒരു സംഭവം. പിന്നെ ഇവിടെ ഇരിക്കാം കേട്ടോ നമുക്ക്. അതും പണിയിപ്പിച്ചതാണ്, പക്ഷെ ഇപ്പോൾ ഇരിക്കാനൊന്നുമില്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അടുക്കളയൊക്കെ പണിയിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു എന്താണ് അടുപ്പ് പണിയിപ്പിച്ചിട്ടുണ്ട്. ഇത് അത്രയ്ക്ക് യൂസ് ചെയ്യില്ല, പക്ഷെ വെള്ളം ചൂടാക്കാനൊക്കെ യൂസ് ചെയ്യും. ഹീറ്റർ ഉണ്ടെങ്കിലും ചൂടാക്കും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു എന്താണ് ചാമ്പയ്ക്ക മരം ഉണ്ട് കേട്ടോ. ചാമ്പയ്ക്കയുടെ ഒരു മരം. അപ്പോൾ ഇവിടെയാണ് നമ്മളിങ്ങനെ വരുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ കൊയ്യക്കട ഒരു കുഞ്ഞു ചെടിയുണ്ട്. കൊയ്യക്കട അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു തൊഴുത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, തൊഴുത്ത് എൻ്റെ. അപ്പോൾ തൊഴുത്താട്ടോ അത്. അപ്പം ഇവിടെ അപ്പോൾ ഇത് നമ്മുടെ തൊഴുത്താട്ടോ. ഇത് മുത്തശ്ശൻ. ഇത് നമ്മുടെ തൊഴുത്താണ്. അപ്പം ഇവിടെ ഈ ചകിരി, പിന്നെ അപ്പം ചകിരിയും പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ അത് തൊഴുത്ത്. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ബാത്റൂമും ടോയ്ലറ്റും വേറെ സെപ്പറേറ്റ് ആയിട്ട് രണ്ടെണ്ണം. അപ്പം അങ്ങനെ. പിന്നെ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു തരാൻ വന്നത്. ഇത് എൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇവിടെ കുറേ തുളസി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒരു ആർച്ച് പോലെ ഉണ്ട്. ഇതിന് നമ്മൾ പോയി കഴിഞ്ഞാൽ മോട്ടർ അടിക്കാനുള്ള ഷെഡിക്കാട്ടോ പോവുക. ഞാൻ കാണിച്ചു തരാം ഗൈസ്. അത് കണ്ടോ, അതാണ് മോട്ടർ അടിക്കണ ഷെഡ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ മുത്തശ്ശനൊക്കെ നടക്കാനുള്ള രീതിയാണ്. ഇതെൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ഇതുണ്ടല്ലോ, ഇത് നമ്മൾ വെട്ടിയിട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണേ. അപ്പം അങ്ങനെ ഇത് ചെറിയൊരു ഗാർഡൻ ഏരിയയാണ്. ചെമ്പരത്തിയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ തുളസിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് എൻ്റെ രണ്ടാമത്തെ വീട്. അപ്പോൾ ഇതിന് നടക്കാനാട്ടോ ഒരു സ്ഥലം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിന് വരുമ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഹോം ടൂർ വേണമെന്ന്. അപ്പം ബായ്.